ഇന്നലെ ഒരു കൊച്ച് എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുകയാണ് വെച്ചാൽ ഞാൻ എൻ്റെ പ്രാർത്ഥനകളൊക്കെ നിർത്തി. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന ആളാണ്, ബൈബിളൊക്കെ വായിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ നിർത്തി വെച്ചത് കാരണം എന്താണ്? ഞാനിങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടും ഇതെല്ലാം ചെയ്തിട്ടും എൻ്റെ ജീവിതം മാത്രം എന്താണ് ഇങ്ങനെ? എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ അവരൊക്കെ വളരെ തുള്ളിച്ചാടി പ്രാർത്ഥിക്കാൻ നടക്കുന്നവരൊക്കെ തുള്ളിച്ചാടി നടക്കുവാണ്, അവർക്കൊരു കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ മാത്രം ഇപ്പോഴും പരാജയങ്ങളാണല്ലോ, ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥന നിർത്തി. ഇനി എന്തിനാച്ചാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ കുറെ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ഇഷ്ടങ്ങൾ നടക്കാതെ വരുമ്പോൾ പ്രാർത്ഥന നിർത്താനൊക്കെ നമുക്ക് തോന്നാം, സ്വാഭാവികമാണ്. പക്ഷെ അതല്ലല്ലോ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കുഷ്ഠരോഗി ഈശോയെ സമീപിച്ച് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നുള്ളത്. എത്രയോ മനോഹരമായ പ്രാർത്ഥനയാണ്. പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ഈശോയിൽ അടിച്ചേൽപ്പിച്ച് വാശി പിടിച്ച് മേടിക്കുന്നതല്ലല്ലോ പ്രാർത്ഥന. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടോ? ഈ ഒരു വിഷയത്തിൽ ഈശോയെ, നിന്റെ ഇഷ്ടമാണോ ഇത്? നിനക്ക് ഇഷ്ടമുള്ള കാര്യമാണോ ഞാൻ ഈ ചെയ്യാൻ പോകണം, ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇനി തൊട്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. ഈ കുഷ്ഠരോഗി പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനയുടെയും അവസാനം ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർക്കണം: ഈശോയെ, ഈ ഒരു കാര്യം നിനക്ക് ഇഷ്ടമാണോ? നിന്റെ ഹിതമനുസരിച്ച് നടക്കട്ടെ, എൻ്റെ ഇഷ്ടങ്ങളല്ല, അങ്ങയുടെ ഹിതം നടക്കട്ടെ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഒരുപക്ഷെ മറ്റുള്ളവർ പറയായിരിക്കും ശരിയാവില്ല, നടക്കുകയില്ല എന്ന്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത് ശരിയാവില്ലല്ലോ, നിർത്തിയിട്ട് പോയാലെന്ന്. പക്ഷെ അപ്പോഴും നിർത്തിയിട്ട് പോകരുത്. വാശി പിടിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ ഇഷ്ടം നടക്കാൻ വേണ്ടിയിട്ടുള്ള വാശിയായിരിക്കണം അത്.